രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായി തെരഞ്ഞെടുത്തിരിക്കുന്നു. പ്രകാശ് ജാവദേക്കർ ബി.ജെ.പി സംസ്ഥാന കോർ കമ്മിറ്റി യോഗത്തിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് പറഞ്ഞിരിക്കുന്നു എന്നാണ് വ്യക്തമാകുന്നത്. വിജിൻ വായാന്തോട് തുടരുന്നുണ്ട്. വിജിൻ, എന്തെങ്കിലും ഒന്ന് കാണാതായിരിക്കില്ല ദേശീയ നേതൃത്വം ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത്? കാരണം ഇനി ഒരു പരീക്ഷണത്തിനുള്ള സമയമില്ല. ഏതെങ്കിലും ഒരാളെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക്, അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നെന്ന് ഇതെങ്ങനെ പച്ച പിടിക്കുമെന്ന് പരീക്ഷിച്ച് നോക്കാനുള്ള സമയമില്ല. പ്രത്യേകിച്ച് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നിൽ വന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒന്നും കണക്ക് കൂട്ടാതെയും കാണാതെയും അല്ല രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് അവിടെ അവരോധിക്കുന്നത്. ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ മോദി പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്, മേക്ക് ഇന്ത്യ ഗ്രേറ്റ് എഗെയിൻ. മിക ആയി പ്രഖ്യാപിക്കും. അമേരിക്ക മക ആണെന്നുണ്ടെങ്കിൽ, അതായത് മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗെയിൻ ആണ് ട്രംപ് പ്രഖ്യാപിക്കുന്നത്. അതിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ മോദി ഉണ്ടാകുമെന്ന് പറഞ്ഞു. മേക്ക് ഇന്ത്യ ഗ്രേറ്റ് എഗെയിൻ എന്നുള്ള രീതിയിലേക്ക് ഇന്ത്യയെ വളർത്തിക്കൊണ്ടുവരുമെന്ന് പറയുന്നു. കുംഭമേളയുടെ സ്നാനഘട്ടിൽ പോയപ്പോഴും നരേന്ദ്രമോദി ആ കാര്യം ആവർത്തിക്കുന്നുണ്ട്. ഒരു സുവർണ കാലഘട്ടമായിരിക്കും ഇനി ഇന്ത്യക്ക് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് മോദി. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇനി മുന്നോട്ട് ഏത് രീതിയിലായിരിക്കും RSSന്റെ അജണ്ട, കേന്ദ്ര BJPയുടെ അജണ്ട എന്താണ് എന്ന് മോദി നേരത്തെ തന്നെ പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട്. അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ കൂടി നോക്കിക്കഴിഞ്ഞാൽ ദേശീയ നേതൃത്വം കൊണ്ടുവന്ന ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ. രാജീവ് ചന്ദ്രശേഖറിനെ ഏത് രീതിയിലാണ് BJP ദേശീയ നേതൃത്വം ഇപ്പോൾ ഉപയോഗിക്കുന്നത് എന്ന് നമ്മളൊക്കെ കണ്ടതാണ്. ആ ഒരു പ്രഭാവം കേരളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ പണപ്രഭാവം തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കാരണം നിയമസഭ അടക്കമുള്ള തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് കോൺഗ്രസിൻ്റെ കൂടുതൽ വോട്ട് ഷെയറുകൾ അടക്കം ഈ പണം കൊടുത്ത് രാജീവ് ചന്ദ്രശേഖറിൻ്റെ പ്രഭാവം കൊണ്ട് വിലയ്ക്ക് വാങ്ങാൻ കഴിയുമെന്ന ഒരു കണക്കുകൂട്ടലിലേക്ക് BJP എത്തുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ രാജീവ് ചന്ദ്രശേഖറിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലൂടെ. വിനിഷ, ഇതാണ് സത്യത്തിൽ ഒരു കേന്ദ്ര നേതൃത്വത്തിൻ്റെ പരീക്ഷണം എന്ന് അക്ഷരാർത്ഥത്തിൽ പറയാൻ കഴിയും. കാരണം സ്വാഭാവികമായും BJPയിലെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് എത്തുന്ന ആളുകൾ അത് അടിത്തട്ടിൽ പ്രവർത്തിച്ചൊക്കെ വരുന്ന ആളുകളാണ്. അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയിൽ നിന്ന് BJPയിലേക്ക് എത്തുന്ന ആളുകൾ ഒക്കെയാണ് BJPയുടെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് നേതാക്കളായി വളർന്നു വരികയൊക്കെ ചെയ്തത്. അതുപോലെ വളർന്നു വന്ന ആളുകൾ തന്നെയാണ് കഴിഞ്ഞ ഘട്ടങ്ങളിൽ ഒക്കെ BJPയെ നയിക്കുകയും ചെയ്തിട്ടുള്ളത്. വി മുരളീധരനായാലും PK കൃഷ്ണദാസ് ആയാലും ഒപ്പം തന്നെ K സുരേന്ദ്രനായാലും മറ്റ് നേതാക്കൾ ഒക്കെ ആയാലും അങ്ങനെയായിരുന്നു. അതിൽ ഒരു മാറ്റമുണ്ടായിരുന്നത് കുമ്മനം രാജശേഖരൻ പ്രസിഡന്റായി വന്നപ്പോഴാണ്. അന്ന് കുമ്മനം രാജശേഖരനെ പ്രസിഡന്റാക്കിയത് ആ പാർട്ടിയിൽ മെമ്പർഷിപ്പ് പോലും ഇല്ലാത്ത കാലത്താണ്. കാരണം ഹിന്ദു ഐക്യവേദിയുടെ ഭാഗമായി RSSന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളായിരുന്നു അന്ന് കുമ്മനം രാജശേഖരൻ. അദ്ദേഹത്തെ പെട്ടെന്ന് പ്രസിഡന്റാക്കി കൊണ്ടുവരാനുള്ള തീരുമാനം RSSും BJP ദേശീയ നേതൃത്വവും സ്വീകരിക്കുകയായിരുന്നു. എന്തായാലും അന്നും ഇതേ പ്രതിസന്ധി തന്നെയായിരുന്നു BJPയിൽ ഉണ്ടായിരുന്നത്. കാരണം ഈ പറയുന്ന രീതിയിലുള്ള വലിയ വിഭാഗീയത BJPയിൽ അന്നും നിലനിന്നിരുന്നു. അത് പരസ്യ പ്രതികരണത്തിലേക്ക് ഒക്കെ പോവുകയും തിരഞ്ഞെടുപ്പിലൊക്കെ വലിയ തിരിച്ചടിയാവുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിനിടെയാണ് കുമ്മനം രാജശേഖരനെ അന്ന് പ്രസിഡന്റായി BJP സംസ്ഥാന നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്നത്. എന്തായാലും അതിന് സമാനമായി എന്ന് പോലും പറയാൻ കഴിയാത്ത രീതിയിലാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ നിലവിലെ പ്രസിഡന്റായി അവരോധിക്കാനുള്ള BJP കേന്ദ്ര നേതൃത്വത്തിൻ്റെ തീരുമാനം എന്ന് പറയുന്നത്. അത് പാർട്ടിയിൽ ഒരു തരത്തിലുള്ള സംഘടന ഒരു പാരമ്പര്യവും ഇല്ലാത്ത നേതാവാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പാരമ്പര്യത്തിൻ്റെ മാത്രമല്ല, ഒരു സംഘടനാ രീതി പോലും BJPയുടെ സംസ്ഥാന ഘടകത്തിൻ്റെയോ കേന്ദ്ര ഘടകത്തിൻ്റെയോ ഒക്കെ സംഘടനാ രീതി പോലും കൃത്യമായി അറിയാത്ത ഒരാളെ എങ്ങനെ BJP സംസ്ഥാന പ്രസിഡന്റായി ഇരുത്തി ഈ കേരളത്തിൽ മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് നേതാക്കൾ ഉൾപ്പെടെ നിലവിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ കുറച്ച് ദിവസങ്ങളായി, മാസങ്ങളായി രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാനുള്ള നടപടികൾ ഒക്കെ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുള്ള ഇടപെടൽ കേന്ദ്ര നേതൃത്വത്തിലും രാജീവ് ചന്ദ്രശേഖർ നടത്തിക്കൊണ്ടിരുന്നു. എന്തായാലും കേന്ദ്ര നേതൃത്വവുമായി വലിയ തരത്തിലുള്ള അടുപ്പം രാജീവ് ചന്ദ്രശേഖരന് നേരത്തെയുമുണ്ട്. ഒപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെയുള്ള കുറേ നേതാക്കളെ കൂടി രാജീവ് ചന്ദ്രശേഖർ കൂടെ കൂട്ടിയിരുന്നു. അത് മാത്രമല്ല, സുരേഷ് ഗോപിയുടെ ഉൾപ്പെടെ പിന്തുണ നേടുകയും ചെയ്തു. ഇവർ രണ്ടുപേർ മറ്റൊരു അച്യുതണ്ടായി മാറാനുള്ള സാധ്യതയുണ്ടെന്ന് നേരത്തെ തന്നെ നമ്മൾ തന്നെ വ്യക്തമാക്കിയതാണ്. സുരേഷ് ഗോപിയുമായി ചേർന്ന് ഒരു നീക്കം രാജീവ് ചന്ദ്രശേഖർ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു നേരത്തെ തന്നെ. കാരണം ദേശീയ നേതൃത്വത്തിനും അക്കാര്യത്തിൽ താല്പര്യമുണ്ടാകാൻ കാരണം ഈ സംസ്ഥാനത്തെ നേതാക്കളേക്കാൾ കൂടുതൽ അംഗീകാരം ജനങ്ങളിൽ വളരെ വ്യക്തമാണ്. രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന അധ്യക്ഷൻ. BJP കോർ കമ്മിറ്റി യോഗത്തിൽ പ്രകാശ് ജാവദേക്കർ രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് പറഞ്ഞിരിക്കുന്നു. വൈകിട്ടോടുകൂടി തന്നെ രാജീവ് ചന്ദ്രശേഖർ നോമിനേഷൻ കൊടുത്ത് നാളെയായിരിക്കും ഔദ്യോഗിക പ്രഖ്യാപനം ഇക്കാര്യത്തിൽ ഉണ്ടാവുക. K സുരേന്ദ്രൻ, ശോഭാ സുരേന്ദ്രൻ, വി മുരളീധരൻ, MT രമേശ് അടക്കമുള്ള മുതിർന്ന BJP നേതാക്കളെ തഴഞ്ഞുകൊണ്ട്, അവരുടെ പേര് വെട്ടിക്കൊണ്ട് കേരളത്തിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ വരുമ്പോൾ എന്താണ് കേരളത്തിൽ BJP പ്രവർത്തകർക്കിടയിൽ, കേരളത്തിലെ രാഷ്ട്രീയത്തിൽ അതുണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് എന്ന് നമ്മൾക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു.